നിലമ്പൂർ അമൽ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അതിലെ മലയാള വിഭാഗം വിദ്യാർത്ഥികളായ എൻ്റെ പ്രിയ കുട്ടികളെ, മറ്റ് എന്നെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന യുഗപ്രഭാവനായിട്ടുള്ള എഴുത്തുകാരനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ബഷീറിനെ കുറിച്ച് പഠിക്കുക, ഇതിനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു മഹാസാഗരത്തിൻ്റെ മുമ്പിൽ അത്ഭുതത്തോടു കൂടി നിൽക്കുന്ന ഒരു അനുഭവമാണ് എനിക്ക് ഉണ്ടാവുന്നത്. എന്ത് പറയണം, എത്രമാത്രം പറയണം, ചെറിയൊരു പരിധിക്കുള്ളിൽ, സമയപരിധിക്കുള്ളിൽ എന്നൊന്നും എനിക്ക് വലിയ ധാരണയില്ല. എങ്കിലും ഞാനൊന്ന് ആ മഹാസാഗരത്തിൻ്റെ മുമ്പിൽ നിന്ന് അതിൻ്റെ ചില അംശങ്ങൾ മാത്രം കോരി നിങ്ങൾക്കായി സമർപ്പിക്കട്ടെ. ബഷീറിനെ കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്, 1000 പൂവിനെ കൊത്തിപ്പറിച്ചു ഞാൻ പൂവിൻ്റെ സത്യം പഠിക്കാൻ, ONV-യുടെ ഈ മനോഹരമായ വരികളാണ്. ബഷീർ സാഹിത്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിലെ ഓരോ കൃതികളെ എടുത്ത് വീണ്ടും വീണ്ടും പഠിക്കുമ്പോൾ ഒരുപക്ഷെ ഒരു പൂവിൻ്റെ ദളങ്ങൾ അടർത്തി അതിനെ ശാസ്ത്രീയമായി പഠന വിധേയമാക്കുന്ന ഒരു അനൗചിത്യം, അത് ശാസ്ത്രത്തിന് പറ്റും, ഇതിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരു പരഭാഗ ഘട്ടത്തിൽ കൂടെ ഞാൻ കടന്നു പോകാൻ മാത്രമാണ് ആഗ്രഹിക്കുന്നത്. 1908 ജനുവരി 21 വൈക്കത്ത് ജനിക്കുകയും 86-ാം വയസ്സിൽ 1994 ജൂലൈ 5 ബേപ്പൂരിൽ അന്തരിക്കുകയും ചെയ്ത ബേപ്പൂർ സുൽത്താനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടത്. അദ്ദേഹം ജീവിച്ചിരുന്നു, അല്ല ജീവിച്ചിരിക്കാൻ പറ്റില്ലല്ലോ, 113 വർഷങ്ങൾക്ക് മുമ്പ്. 1982 പത്മശ്രീ ഉൾപ്പെടെ പുരസ്കാരങ്ങൾ ബഷീർ എന്ന മഹാപ്രതിഭയ്ക്ക് ലഭിച്ചെങ്കിലും ജ്ഞാനപീഠം പോലെയുള്ള അവാർഡുകൾ അദ്ദേഹത്തിനെ തേടി വന്നില്ല. ഒരുപക്ഷെ എഴുത്തിലും എഴുത്തിൻ്റെ ലോകത്തുമുണ്ടല്ലോ അരികുവൽക്കരണം. അത് പ്രദേശത്തിൻ്റെ, ജാതിയുടെ, മതത്തിൻ്റെ ഒക്കെ പേരിൽ ഉണ്ടാകാം കുറച്ചൊക്കെ. അങ്ങനെ ഒരു കാലമാണ്. എന്തായാലും ബഷീറിന് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചില്ലെങ്കിലും അതൊരു കുറവായിട്ട് നമുക്ക് പരിഗണിക്കേണ്ടതില്ല. ബഷീർ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി, അതുപോലൊപ്പം തന്നെ സ്വന്തം വഴികളിൽ പാദം ഉറപ്പിച്ചു നിന്ന് സഞ്ചരിച്ച് എഴുതിയ ആൾ, സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ തനിമയിലൂടെ അവതരിപ്പിച്ചു പ്രകൃതി സ്നേഹിയായ എഴുത്തുകാരനായി മാറി ബഷീർ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. തീക്ഷ്ണമായ ഒരു പ്രതിഭയോടൊപ്പം തന്നെ തീക്ഷ്ണമായ പ്രതികരണശേഷി ഉണ്ടായിരുന്നുകൊണ്ടാണ് സ്കൂൾ ജീവിതത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എടുത്തു ചാടുകയും മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുകയും അദ്ദേഹം ചെയ്തത്. മതങ്ങളോടെല്ലാം സമസ്നേഹം പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു പ്രത്യേകത തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്ത് തന്നെ, സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ സ്വാതന്ത്ര്യ സമരത്തോട് ആഭിമുഖ്യം. പക്ഷേ തിരുവിതാംകൂറിൽ അക്കാലത്ത് ഈ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടമൊന്നും അത്ര ശക്തമായിരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, അദ്ദേഹം വടക്കേ മലബാറിലേക്ക് കുടിയേറുന്നു. അവിടെ കണ്ണൂരിൽ വെച്ചാണ് അദ്ദേഹത്തെ ചെറുപ്പത്തിൽ തന്നെ, കുട്ടിക്കാലത്ത് തന്നെ, യുവാവായിട്ടില്ല അതിന് മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യുകയും ജയിലടക്കുകയും 3 മാസം അവിടെ കിടക്കുകയും അവിടെ നിന്ന് പുറത്തു വന്നപ്പോൾ തന്നെ അദ്ദേഹം ചെറിയൊരു മാസിക തുടങ്ങിയ ഒരു ചരിത്രമുണ്ട്. ഉജ്ജീവനം എന്നായിരുന്നു ആ മാസികയുടെ പേര്. അതിൽ കൂടെ അദ്ദേഹം പറയാനുള്ളതൊക്കെ സ്വാതന്ത്ര്യ സമരത്തിന് പ്രോത്സാഹനജനകമായിട്ടുള്ള എഴുത്തുകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഭഗത് സിംഗിലും അതുപോലെ നമ്മുടെ രാജ്ഗുരുവിലും ഒക്കെ തന്നെ ആകൃഷ്ടനാവുകയും അദ്ദേഹം കേരളം തന്നെ വിട്ട് വടക്കോട്ടുള്ള യാത്രയിൽ ഒരു അവധൂതനെ പോലെ അലയുവാൻ ആ കുട്ടിക്കാലത്ത് തന്നെ ആഗ്രഹിക്കുകയും അത് ചെയ്യുകയും ചെയ്തു. അലച്ചിലായിരുന്നു പിന്നീട് പല ജോലികൾ, പല സ്ഥലങ്ങൾ. ഹിന്ദു സന്യാസികളോടും സൂഫികളോടും ഒക്കെ ആത്മബന്ധം തുടങ്ങുന്നത് അക്കാലത്താണ്. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തിന് ഒരു സൂഫി ആത്മബന്ധത്തിൻ്റെ, ആത്മബോധത്തിൻ്റെ ശൈലിയിലേക്കൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതിനൊക്കെ അടിസ്ഥാനം അതായിരുന്നു. ഹിന്ദു സന്യാസികളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ സൂഫികളോട് ആത്മബന്ധം അദ്ദേഹം പുലർത്തിയിരുന്നു. ഭക്ഷണമില്ലാതെ ഹിമാലയത്തിലും ഗംഗാസാനുക്കളിലും അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു.
അദ്ദേഹം അന്വേഷിക്കുകയായിരുന്നു. ഒരു പക്ഷേ വലിയ വലിയ സന്യാസി വര്യന്മാർ യാത്ര ചെയ്തതുപോലെ അദ്ദേഹം യാത്ര ചെയ്ത് ലോകത്തെ കാണുകയായിരുന്നു, സ്വാംശീകരിക്കുകയായിരുന്നു, ഉൾക്കൊള്ളുകയായിരുന്നു. പക്ഷേ ഞാൻ ആലോചിച്ച് നോക്കട്ടെ, എത്ര രസകരമാണ്. ഇത്രയും സഞ്ചാരം ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നിട്ടും സഞ്ചാര സാഹിത്യത്തിൻ്റെ വീഥിയിൽ ഒരു എഴുത്തുപോലും അദ്ദേഹം സ്ഥാപിച്ചിട്ടില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഞാൻ ചിലപ്പോഴും ഓർക്കാറുണ്ട്. യൗവനാരംഭത്തിലെ ഈ സുദീർഘമായ സഞ്ചാരവും അലച്ചിലും ചിന്തയും അദ്ദേഹത്തിൻ്റെ കാഴ്ചയും കാഴ്ചപ്പാടിലും ബഷീറിനെ നമ്മളറിയുന്ന ബഷീറാക്കി രൂപാന്തരപ്പെടുത്തുന്നതിൽ വലിയ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നിസ്തർക്കം പറയാൻ കഴിയും. അങ്ങനെ ഒരു 8-9 വർഷത്തെ ഭാരത പര്യടനം കഴിഞ്ഞ് 1930 ബഷീർ തിരിച്ചു വരുന്നത്. ഏതാണ്ട് ആ സമയത്ത് തന്നെ വന്ന് എറണാകുളത്ത് മറ്റൊരാളുടെ സഹായത്തോടു കൂടി സെയിൽസ് സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കമ്പനിയുടെ ഒരു ചെറിയ കട. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കാലം അവിടെയൊക്കെ ആയിരുന്നു. 1937 ജയകേസരി മാസികയിലെ ആദ്യത്തെ കഥ, അതിൻ്റെ പേര് എൻ്റെ തങ്കം എന്ന കഥ അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ യാത്ര പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം സംഭവബഹുലമായിരുന്നു. വിവാഹം കഴിഞ്ഞു എന്ന് മാത്രമല്ല, അതിന് ശേഷം തൻ്റെ രചനകളുടെ ഘട്ടത്തിൽ തന്നെ പല സന്ദർഭങ്ങളിൽ മാനസിക സംഘർഷങ്ങൾ കൂടുക, മാനസിക ചികിത്സ നടത്തുക. ചികിത്സയ്ക്കിടയിൽ തൃശ്ശൂർ വെച്ച് മാനസിക രോഗ ആശുപത്രിയുടെ അവിടെ അതിൽ തന്നെ കഴിയെ തന്നെയാണ് നമ്മുടെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ കൃതി പാത്തുമ്മയുടെ ആട് ജന്മം കൊണ്ടത് എന്നുകൂടി ഇത്തരത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. 1938 കാലഘട്ടത്തിൽ ധർമ്മരാജ്യം, 1943 പ്രേമലേഖനം, 44 ബാല്യകാല സഖി, 45 കഥാബീജം, 45 ജന്മദിനം, വിഡ്ഢികളുടെ സ്വർഗം 1948 വരുന്നു. അതുപോലെ മരണത്തിൻ്റെ നിഴലിൽ 1951. അതേ വർഷം തന്നെയാണ് എൻ്റുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്നുള്ള മഹത്തായ കൃതിയുടെ ജനനവും. പാത്തുമ്മയുടെ ആട് 1959 മാന്ത്രിക പൂച്ച 1968. പ്രസിദ്ധമായ ശബ്ദങ്ങളും ആനവാരിയും പൊൻകുരിശും മുച്ചിട്ട് കളിക്കാരൻ്റെ മക്കൾ. ഞാൻ ഈ പേരുകളൊക്കെ പറയുന്നത് പുതിയ വായനക്കാർ, നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ ബഷീറിൻ്റെ സാഹിത്യ ലോകത്തിലേക്ക് സഞ്ചരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സാഹിത്യത്തെ പരിചയപ്പെടുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ, വളരെ വ്യത്യസ്തമായ ഗ്രന്ഥരചന നടത്തിയിട്ടാണ് ബഷീർ മടങ്ങിയിട്ടുള്ളത് എന്ന് നിങ്ങളുടെ എത്ര പേർക്കറിയാം? സിനിമാ ലോകത്ത് നിങ്ങൾ കേട്ടിട്ടുള്ള എത്ര പേരുകളുണ്ട്? 1964 ഫാർഗ്വൈ നിലയമെന്ന് ബാല്യകാല സഖി സിനിമയായത് 1967. മുച്ചിട്ട് കളിക്കാരൻ്റെ മകൾ 1975. പ്രേമലേഖനം 85, ധാവണി 88, മതിലുകൾ 90 സിനിമയായി മാറുകയുണ്ടായി. അപ്പോൾ അവയ്ക്കൊക്കെ കഥ, സ്ക്രിപ്റ്റ് മാതിരികളെ എഴുതുക ഒക്കെയാണത് അദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കുന്നത്. ബഷീറിൻ്റെ സാഹിത്യരചനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ബഷീറിനെ ഇങ്ങനെ പറയാറുണ്ട്, അതാണ് ആധുനികതയുടെ എഴുത്തുകാരൻ എന്നൊക്കെ. അപ്പോൾ ഈ ആധുനികത എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് വരും. എന്തായാലും ബഷീറിൻ്റെ മേലെ അപകോളനിവൽക്കരണത്തിൻ്റെ കല ആണ്, പുതിയ നവോത്ഥാനത്തിൻ്റെ കലയാണ്, പാശ്ചാത്യ രീതിയുമായുള്ള ബന്ധത്തിൻ്റെ കലയാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം, അതിൻ്റെ ഈ കിരീടമൊന്നും അദ്ദേഹത്തിൻ്റെ മേൽ ചാർത്താതിരിക്കുകയാണ് നല്ലത്. പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത് യൂറോപ്യൻ കോളനിവൽക്കരണമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മേൽക്കോയ്മ വികസനമാണ് അവർ നടത്തിയിരുന്നത്. അതുപോലെ മതേതര യുക്തിവാദമൊക്കെ അവരുടെ രചനയിൽ അന്തർലീനമായിരുന്നു. വികസനമായ അതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടാവുന്നു. അതുപോലെ ദേശരാഷ്ട്രവാദ യുക്തിയുമൊക്കെ അവരുടെ രീതികളുടെ പ്രകടമായ സ്വഭാവം ആയിരുന്നെങ്കിൽ ബഷീറിൻ്റെ കൃതികളെ ആഴത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ വളരെ വ്യത്യസ്തമായ സമീപനങ്ങൾ ആണ് അദ്ദേഹത്തിൽ കാണാൻ കഴിയുക. അതായത് സംസ്കൃതവൽക്കരണത്തിനും പാശ്ചാത്യവൽക്കരണത്തിനും മേലെയാണ്, വളരെ മേലെയാണ് ബഷീറിൻ്റെ സ്ഥാനമെന്നാണ് എനിക്ക് തോന്നുന്നത്.
സംസ്കൃതവൽക്കരണം എന്ന് പറയുമ്പോൾ ഭാരതത്തിൻ്റെ ഒരു രീതിയിൽ സംസ്കൃത സവർണ വരണ്യവൽക്കരണമാണല്ലോ നമ്മുടെ ഭാരതീയ സാഹിത്യത്തിൻ്റെ അടിസ്ഥാനം. ആ ഭാഗത്തുമല്ല ബഷീർ. അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ ഈ പാശ്ചാത്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ വഴികളിൽ കൂടെയുള്ള യാത്രയും അല്ലാതെ നടത്തിയിരുന്നത്. നമ്മുടെ പല നിരൂപകന്മാരും യൂറോപ്പിൻ്റെ ഉച്ഛിഷ്ടങ്ങളാണ് തങ്ങൾക്ക് ഭോഗ്യവസ്തു എന്ന് വല്ലാതെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്ത് പുരോഗതിയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? യൂറോപ്പിലേക്ക് കടന്ന് അതാണ് ശ്രേഷ്ഠം. അതൊരടിമത്തമാണ്. ഭാഷ പോലെ തന്നെ നമുക്ക് സംഭവിച്ച ഒരടിമത്തം. മിഷണറിമാർ വഴിയാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെ നവോത്ഥാന ഘട്ടം തുടങ്ങുന്നത് എന്നുള്ള വാദഗതിയോടൊന്നും യോജിക്കാൻ കഴിയില്ല. ആധുനികത യൂറോപ്പിൻ്റെ കുത്തകയോ എന്ന് ചോദിക്കുവാൻ നിങ്ങൾ എപ്പോഴും തയ്യാറായിരിക്കണം. ചൂഷണാധിഷ്ഠിതമായ പാശ്ചാത്യ മേൽക്കോയ്മയെ നിങ്ങൾ ഓരോ സമയവും തിരിച്ചറിയണം. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ലോകത്തെമ്പാടും കോളനി സ്ഥാപിക്കുകയും അവരുടെ സംസ്കാരവും ഭാഷയും ആചാര രീതികളും അവിടെയെല്ലാം സ്ഥാപിക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കി പത്രം ഏറ്റുവാങ്ങിയ മനുഷ്യരാവരുത് സ്വയം ചിന്തിക്കുന്ന നിങ്ങൾ ചെറുപ്പക്കാർ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അവരുടെ ആ കാലത്തെ പ്രവർത്തന സാഹിത്യത്തിനൊക്കെ മേൽക്കോയ്മ കൊടുത്ത് അവരുടെ ചിന്താധാരയിൽ വലിയ സ്ഫോടനാത്മകമായ ഇടപെടൽ നടത്തിയതാണ് ഹൈഡറും സ്പിനോസും ഫ്രോയിഡും എന്നൊക്കെ നിങ്ങൾക്കറിയാം. അവരുടെ ചിന്താപദ്ധതികൾ, മാനസിക അപഗ്രഥന രീതികളൊക്കെ തന്നെ ഈ പാശ്ചാത്യ സാഹിത്യ രചനാ രീതികൾക്ക് ചൂട്ടുപിടിച്ച്, ചിന്താധാരയ്ക്ക് ചൂട്ടുപിടിച്ച് കിരീടം പിടിച്ചവരാണ്. പട്ടും വളയും കൊടുത്ത് വളർത്തിയവരാണ്. അപ്പോൾ അതിനൊക്കെ കീഴ്പ്പെട്ടു പോകാതെ സ്വതന്ത്രമായി ചിന്തിക്കുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും കഴിയണം. അവിടെ മതാധികാരം വിട്ട് പണാധികാരത്തിലേക്ക് പാശ്ചാത്യ നാടുകൾ പോകുന്ന ഒരു കാലഘട്ടം വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം പാശ്ചാത്യ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗം തന്നെയാണ്. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ കേരളത്തിന് ചൈനയുമായും ജപ്പാന്, അറബി, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് വലിയ വലിയ വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. ഈ വ്യാപാര ബന്ധങ്ങൾ അതത് മനുഷ്യരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതിനും ഭാഷാബന്ധം സ്ഥാപിക്കുന്നതിനും അവരുടെ സാംസ്കാരിക രീതികൾ സ്വാംശീകരിക്കുന്നതിനും കൊടുക്കൽ വാങ്ങലുകളുടെ പുതിയ സംസ്കാര ബന്ധങ്ങൾ ഉൾക്കൊള്ളുന്നതിനും ഉൾച്ചേർക്കുന്നതിനും നമുക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് കേവല പാശ്ചാത്യ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ധാര സ്വീകരിച്ചവരല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ നിങ്ങളോട് ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് വിയോജിപ്പ് ഉണ്ടാവേണ്ടതാണ് ഇക്കാര്യത്തിൽ. എനിക്കും അത് സന്തോഷമാണ്. പാശ്ചാത്യരുടെയൊക്കെ വരവിന് മുമ്പ് ഇവിടെ ഒരു ആഖ്യാന രീതി നമുക്കുണ്ടായിരുന്നല്ലോ. തികച്ചും അത് സംസ്കൃതത്തിൻ്റെയും മറ്റു നാട്ടുരീതിയുടെയും പലതരത്തിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. നമുക്ക് പാട്ടും ചമ്പുക്കളും മണിപ്രവാളം, വഞ്ചിപ്പാട്ട്, മുക്തകൻ, മറ്റ് സാഹിത്യാഖ്യാന രൂപങ്ങൾ ഇതെല്ലാം നമുക്കുണ്ടായിരുന്നു. അതെല്ലാം തനത് പ്രദേശ രീതികളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതും ആ ജീവിതത്തിൽ നിന്ന് ഉത്ഭൂതമായ കലാരൂപങ്ങളുമായിരുന്നു. തർക്കമൊന്നുമില്ലല്ലോ. നമ്മുടെ ചില സാഹിത്യ ചർച്ചാ രൂപങ്ങളിലൊക്കെ ചിലയിടത്തെല്ലാം ബഷീറിനെ മലബാറിൻ്റെ ഒരു എഴുത്തുകാരനായിട്ട് ഒരു മൂട്ടിൽ കൊണ്ട് കെട്ടാൻ ചിലരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ബഷീർ ഒരു സാർവലൗകിക മനുഷ്യ സങ്കല്പത്തിൻ്റെ എഴുത്തുകാരനാണ്. കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലാണ് ജീവിതമെന്ന് അദ്ദേഹത്തിന് താല്പര്യമില്ല. അതല്ല, മറിച്ച് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലല്ല, കമ്മ്യൂണിറ്റിയിൽ നിന്നും പുറത്തേക്ക് പൊതുജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള എഴുത്തിൻ്റെ ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വ്യക്തമായിട്ട് പറയാൻ കഴിയും. സമുദായത്തെ പൊതുജീവിത ഘടനയിലേക്ക് എത്തിക്കുവാനുള്ള മഹത്തായ കർമ്മമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ രചനയും. ക്രമസാഹിത്യ സൗന്ദര്യത്തിൻ്റെ ശാസ്ത്രമല്ല അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലി, മറിച്ച് ക്രമരാഹിത്യമാണ്. അതായത് പ്രകൃതിയുടെ തനത് ഗുണം തന്നെയാണല്ലോ ഒരു പ്രകൃതി വിരുദ്ധത എന്ന് പറയുന്നത്, അല്ല ക്രമരാഹിത്യം എന്ന് പറയുന്നത്. ക്രമം സാധാരണയായിട്ടുണ്ടാകുന്നത് എങ്ങനെയാണ്? ക്രിയകളുടെ ഒരു ആവർത്തനമാണ്. ക്രിയകളുടെ ആവർത്തനത്തിൽ ഒരു ക്രമം വരുമെങ്കിൽ അതിന് വിരുദ്ധമായ ഒരു സമീപനമാണ് ബഷീറിൻ കൃതികളിൽ കാണാൻ കഴിയുന്നത്. പ്രപഞ്ചം തന്നെ ക്രമരഹിതമാകുമ്പോൾ അവയ്ക്ക് ഉള്ളിലൊരു ക്രമബദ്ധതയുണ്ട്. അത് അതിൻ്റെ നൈരന്തര്യം കൊണ്ട് വരുന്നതാണ്.
മാറുകയും പുതുക്കിപ്പണിയുകയും ചെയ്യുന്ന സങ്കല്പമാണ് നോവലിലെല്ലാം തന്നെ നമ്മുടെ ബഷീർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ കഴിയും. നോവൽ ലക്ഷണങ്ങളിൽ അദ്ദേഹം ഒതുങ്ങുന്നില്ല. പാത്തുമ്മയുടെ ആടി പറയുന്നുണ്ടല്ലോ, ആഖ്യയും ആഖ്യാതവും ഇല്ലാത്തതാണ് ബഷീറിൻ്റെ എഴുത്തെന്ന് അനിയൻ പറയുന്നുണ്ട്. അപ്പോൾ ആഖ്യയും ആഖ്യാതവും ഒരു ക്രമമാണ്. ആഖ്യയും ആഖ്യാതത്തെ നിഷേധിക്കലാണ് ബഷീറിൻ്റെ എഴുത്തെന്നുള്ളത് അടിവരയിട്ട് ഓർത്തു വയ്ക്കണം. പൊതുവെ ഒരു രചനാ രീതി എന്ന് പറയുന്നത് ഉത്തമ പുരുഷ സർവനാമം ഉപയോഗിക്കുന്ന എളുപ്പം പറയാൻ കഴിയുന്നതാണ്. അതിൽ ഞാൻ സാധാരണ വരുന്നുണ്ട്. ഉത്തമ പുരുഷ സർവനാമം ഫസ്റ്റ് പേഴ്സൺ ഉപയോഗിക്കുന്നുള്ള ഒരു രചനാ രീതി അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ ചില വരികൾ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അനന്തതയിലെ പ്രാർത്ഥനയാകുന്നു ജീവിതം. ബഷീർ പറഞ്ഞതാണ്, അനന്തതയിലെ പ്രാർത്ഥനയാകുന്നു ജീവിതമെന്ന്. കാലം അനന്തമാണെന്നും ബഷീർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യ കേന്ദ്രീകൃതമല്ല പ്രകൃതിയെന്നും സർവചരാചരങ്ങളുടെയും കേന്ദ്രീകരണമാണ് പ്രകൃതിയെന്നും തിരിച്ച് ചിന്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ സഹായിക്കുന്നു. ദേശരാഷ്ട്രങ്ങളുടെയും പരിമിതിയെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു ശബ്ദങ്ങളിൽ. ദേശരാഷ്ട്രങ്ങളുടെ പരിമിതികളിലാണല്ലോ നമ്മളിപ്പോൾ, അതിർത്തി നിശ്ചയിക്കുന്നതിലാണല്ലോ നമ്മുടെ വ്യഗ്രത. പൊതുവെ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കൃതികളിലെല്ലാം തന്നെ ഒരു അന്വേഷണം നടത്തുമ്പോഴേ ഒരു കളി രീതി കാണാൻ കഴിയും. ഇപ്പോൾ പ്രേമലേഖനത്തിൽ പൊതുവെ വാക്കുകൾ കൊണ്ട് ഉള്ള കളികളുണ്ട്. ബാല്യകാല സഖിയിലും അജീതും സുഹ്റയും ഒരു തോൽക്കുന്ന കളിയിൽ ഏർപ്പെടുന്നു. സാമൂഹ്യ നിയമങ്ങളുടെ ചുവപ്പ് കാടിൽ രണ്ടുപേരും തോറ്റുപോകുന്ന കഥയാണത്. ട്രാജഡിയിൽ നർമ്മബോധം ദുരന്തങ്ങളെ മറക്കാൻ സഹായിക്കുന്ന രചന, അതാണ് ഇന്റുപ്പാപ്പൊരു ആന ഉണ്ടായിരുന്നു എന്നുള്ള കൃതി. അതൊക്കെ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ അഗാധത, എഴുത്തിൻ്റെ നിരീക്ഷണത്തിൻ്റെ ഒക്കെ അഗാധത കൊണ്ട് വളരെ സമഗ്രമായിട്ടുള്ള കൃതിയാണ്. സ്ത്രീകളുടെ പ്രണയത്തെ നവീകരിക്കുകയും സ്ത്രീയും പുരുഷനും തമ്മിലുള്ള തുല്യതയിലെത്തുകയും ചെയ്യുന്ന സങ്കല്പങ്ങളാണ്. തോൽവിയും ജയവുമില്ലാതെ തോൽവിയും ജയവും ചേർത്ത്, ശുദ്ധവും അശുദ്ധവും ഇല്ലാതെ ശുദ്ധാശുദ്ധങ്ങളെ മിശ്രണം ചെയ്ത് അദ്ദേഹം രചന നിർവഹിക്കുന്നു. മതിലുകൾക്കപ്പുറവും ഇപ്പുറവും നിന്ന് സ്നേഹിക്കുവാൻ കഴിയുന്ന സങ്കല്പം അദ്ദേഹത്തിനുണ്ട്. മുച്ചിട്ട് കളിക്കാരൻ്റെ മകളെന്നുള്ള കൃതി നോക്കുക, അവിടെയും കളി, മുച്ചിട്ട് കളിക്കാരൻ്റെ ഈ കളികളിൽ തോൽവിയും ജയവും പ്രകൃതിയിലുള്ളതുപോലെ തൻ്റെ കഥകളിലും. പക്ഷേ ഈ ശബ്ദങ്ങൾ നോവൽ എടുത്തു പരിശോധിക്കുന്ന ഉടനെ അതൊരു സ്ഫോടനാത്മകമായ വിധ്വംസക ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേറിട്ടെഴുതിയ വേശ്യാവൃത്തിയും അതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു നരക ജീവിതയാതനകളുടെ ഒരു സമ്മിശ്ര സങ്കീർണമായ കൃതിയായിട്ട് ശബ്ദങ്ങൾ വളർന്നു നിൽക്കുകയാണ്. അങ്ങനെ ബഷീറിൻ്റെ എഴുത്ത് ഒരു ഉത്സവപരതയിലേക്ക്, പ്രപഞ്ചത്തിലെ ഉത്സവങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ടതിലേക്ക്, സംഭാഷണ കേന്ദ്രീകൃതമായി, ക്രിയാകേന്ദ്രീകൃതവുമായി, ശ്രേഷ്ഠവും ഉദാത്തവുമായ ദൈവമില്ലാത്ത ഒരു സങ്കല്പത്തിലേക്ക്, ശ്രേഷ്ഠവും ഉദാത്തവുമായ ദൈവസങ്കല്പത്തെ പൊളിച്ചടുക്കിക്കൊണ്ട് ബഷീർ തൻ്റെ രചനകൾ തുടരുകയാണ്. അതായത് ഈ പ്രപഞ്ചത്തിലും നമ്മുടെ ജീവിതത്തിലും എന്തെല്ലാമുണ്ടോ അതിൻ്റെ സങ്കീർണമായ വശങ്ങളെ ആവിഷ്കരിക്കാൻ ഓരോ കൃതിയും അങ്ങനെ മത്സരിച്ച് മുന്നേറുകയാണ്. മതേതരത്വത്തെ ഒരു സൂഫി ആത്മീയതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന രചനയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുമല്ലോ. അത് ഉദ്ദേശിച്ച് പറഞ്ഞാണ്. യുക്തിയും ശാസ്ത്രവും കൊണ്ട് പ്രപഞ്ചത്തെ കീഴടക്കാമെന്നുള്ള തെറ്റായ ധാരണ ബഷീറിനില്ല. അത് നമുക്കും ഉണ്ടാകാൻ പാടില്ല. കാരണം പ്രപഞ്ചത്തെ കീഴടക്കലല്ല, പ്രപഞ്ചത്തോടൊപ്പം സഞ്ചരിക്കലാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ധർമ്മം. ബഷീറിൻ്റെ കൃതികൾ അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ആത്മാവ് കൊണ്ട് ഈ പ്രപഞ്ചത്തെ ചുംബിക്കാനും ആലിംഗനം ചെയ്യാനും നമുക്ക് കഴിയണം. ദൈവസങ്കല്പത്തെ അപരിലേക്കും കരുണയിലേക്കും തുറന്ന് നാം അതിനെ പൂർത്തീകരിക്കണം. അനുതാപം നമ്മുടെ മനസ്സിൽ നിറയണം. പുതിയ എഴുത്തുകാരുടെ ഒരു പ്രയോഗമാണ്. അനുതാപമാണ്, അല്ലാതെ അനുകമ്പയല്ല സ്വീകാര്യം. ഞാൻ ദീർഘമായി സംസാരിച്ചു. ബഷീറിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എനിക്ക് പറയാൻ കഴിയില്ല. നോക്കുക, ഇപ്പോൾ തന്നെ 10-25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. പ്രപഞ്ചത്തിലെ
അനേകതകളെ അംഗീകരിക്കുന്ന ചിന്ത, ചരാചര മൈത്രി. ബഷീർ അത് നമ്മളെ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. ബഷീർ അനുസ്മരണ ദിനത്തിൽ ബഷീറിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ മഹത്തായ പ്രതിഭയുടെ, അനന്യമായ പ്രതിഭയുടെ, ഒരുപക്ഷെ മലയാളത്തിലല്ലാതെ ലോകത്തിൻ്റെ വേറെ ഏതെങ്കിലും ഭൂവിഭാഗത്തിലായാൽ ഈ ഭൂമിയോളം വളർന്നു നിൽക്കേണ്ട പ്രതിഭയുള്ള ഒരു എഴുത്തുകാരനെ, ബഷീറിനെ കുറിച്ച് ചിന്തിക്കുവാനാണ് നമ്മൾ ഈ അവസരം ഉപയോഗിക്കുന്നത്. യോഗാത്മകതയുടെ മാധുര്യമയും ഏകാന്തതയും ധ്വന്യാത്മകതയും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ സഞ്ചരിക്കുക എന്നാൽ ജീവിതത്തിൻ്റെ സമ്പൂർണതകളിലേക്കുള്ള യാത്രയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പുതിയ രചനാരീതി മലയാളിക്ക് സംഭാവന ചെയ്യുന്നു. ഏറ്റവും ലളിതമായ ഭാഷാരീതി, ഭാഷയുടെ മഹത്തായ ശക്തിയെ വായനക്കാരിലേക്ക് എത്തിക്കുന്ന, സാധാരണ മനുഷ്യരുടെ സംഭാഷണ രീതിയുടെ ഓജസ്സും ഊർജ്ജസ്വലതയും പ്രകടമാക്കുന്ന എഴുത്തുശൈലി. മലയാള ഭാഷയെ ഇത്രയും അധികം വളർത്താൻ, എഴുത്തച്ഛനെ പോലെ വളർത്താൻ കഴിഞ്ഞ ഒരു വ്യക്തി ബഷീറിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മഹാപ്രതിഭകളോടൊപ്പം അദ്ദേഹം ഉയർന്നു നിൽക്കുമ്പോൾ ഒരു സങ്കടം കൂടി പങ്കുവെക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ ബഷീറിനെ മലയാളികൾ വായിച്ചത് പോരാ, ബഷീറിൻ്റെ കൃതികളെ പഠിച്ചതും പറഞ്ഞതും പോരാ. ബഷീറിനെ എന്തുകൊണ്ട് ഒരു മൂലയിലേക്ക് നമ്മൾ മാറ്റി നിർത്തി? ബഷീറിനേക്കാൾ പ്രതിഭ കുറഞ്ഞവർ നമ്മുടെ മുമ്പിലേക്ക് സിംഹാസനത്തിലേക്ക് കയറിയിരുന്നപ്പോഴും ബഷീറിന് തത്തുല്യമായോ അതിനടുത്ത് വരുന്നതുമായ ഇരിപ്പിടങ്ങൾ എന്തുകൊണ്ട് കിട്ടിയില്ല? നിങ്ങൾ ഓരോരുത്തരും ബഷീറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നീണ്ടുപോയെങ്കിലും ക്ഷമ ചോദിക്കുന്ന ബഷീറിനെ കുറിച്ചാണ്. ബഷീറിനെ കുറിച്ചോ കാളിദാസനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ആശാനെ കുറിച്ചോ ഒക്കെ സംസാരിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ദീർഘമായി പറഞ്ഞു പോകും. നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ബഷീർ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ അപാരമായ സൗന്ദര്യത്തെ ആസ്വദിക്കുവാൻ പ്രാപ്തിയുള്ളവരായിട്ട് തീരുക എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം നിർത്തുന്നു. ബഷീറിൻ്റെ സ്മരണകൾക്ക് മുമ്പിൽ